Pradeep Chandrasekharan sir ചേരുകയാണ്. Good morning sir and welcome to the show. Morning Anla, morning viewers. യെസ് സർ, ഇന്നിപ്പം യു എസ് സൂചികയിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് വ്യാഴാഴ്ച വരെയും ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഫ്രൈഡേയിലേക്ക് എത്തിയപ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു പുൾ ബാക്ക് അമേരിക്കൻ സൂചികകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ടെക് ഹെവി ആയിട്ടുള്ള ഓഹരികൾ തന്നെയാണ്. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചിട്ടുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 42,000 പോയിന്റ് ആയിരിക്കണം. ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ട് 43,700 പോയിന്റ്. 43,700 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും ഒരു ബുള്ളിഷ് മോഡിലോട്ട് നീങ്ങാൻ സാധ്യതയുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അല്ല പറഞ്ഞ പോലെ ചില ടെക് സ്റ്റോക്സിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമ്മളൊരു സേഫ് സോണിലോട്ട് എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. 21,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സേഫ് സോണിലോട്ട് നാസ്ഡാക്ക് ഇൻഡെക്സ് വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് 20,700 പോയിന്റ്. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രത്യേകിച്ചും ഒരു ലേറ്റ് അവേഴ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വരികയും ബ്രെൻറ്റിലാണെങ്കിലും WTI ക്രൂഡിലാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. WTI ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ നിലവിൽ ഒരു ഫ്ലാറ്റ് ടോണിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ബ്രെൻറ്റിലാണെങ്കിലും ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ക്രൂഡിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇനി മുന്നോട്ടേക്ക് ക്രൂഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്നത്? നമ്മൾ ക്രൂഡ് കേസിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ് $71-72 റേഞ്ച് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ഇനി ക്രൂഡ് ഓയിലിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് $75. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. എന്റെ ഒരു പ്രതീക്ഷ താമസിക്കാതെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ബട്ട് $75-76 എത്തുമ്പോഴേക്കും നമ്മൾ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ അവോയ്ഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഒരല്പം കൂടി മെച്ചപ്പെട്ടെങ്കിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലേക്ക് ഉയരാനായിട്ട് ഗോൾഡിനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസങ്ങളിലേക്കൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ $2,670 ഒക്കെ മറികടന്നിരുന്നു എങ്കിൽ പോലും അവിടെ നിന്ന് നേരിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു ഫ്യൂച്ചേഴ്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ 0.1% നേട്ടത്തിൽ ട്രോയ് ഓൺസിന് 2,657.41 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു സൈഡ് വേസ് മൂവ് കാണാൻ സാധിക്കുന്നത്. സ്വർണത്തിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $605. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷ്. അപ്പൊ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ നമ്മൾ $220 ആയിരിക്കാം സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് വരുമ്പോഴേക്കും കഴിഞ്ഞ ആ ഒരു വ്യാഴാഴ്ചത്തെ നേടിയ നേട്ടത്തിന്റെ ഏകദേശം ഒരു 50% നിഫ്റ്റി 50 കൈവിട്ടതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 24,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. 24,004.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടത് 3 ദിവസത്തെ ഒരു നേട്ടത്തിന് ശേഷമായിരുന്നു. ഈ ആഴ്ച നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,600 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 24,400 പോയിന്റ്.
യെസ് സർ. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഒരുപക്ഷെ നിഫ്റ്റിനേക്കാളും ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇടിവിന്റെ തോത് അല്പം കൂടി വലുതായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,988.8 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 600-ലധികം പോയിന്റ്സിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അല്ല പറഞ്ഞതുപോലെ ഹെവി വെയ്റ്റ്സിലൊക്കെ നമുക്ക് വെള്ളിയാഴ്ച സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഈ ആഴ്ച നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 50,400 പോയിന്റ്, മേജർ റെസിസ്റ്റൻസ് 52,000. 52,000 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു സേഫ് സോണിലോട്ട് വരാൻ പോകുന്നുള്ളൂ. യെസ് സർ, നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് പ്രൈവറ്റ് പ്ലേയേഴ്സിലെല്ലാം തന്നെ ഒരു സെൽ ഓഫ് നേരിട്ടപ്പോഴും 0.5% മുകളിൽ ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ Q3 അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞ ദിവസം, ബിസിനസ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വായ്പ ഇനത്തിൽ പറയുമ്പോൾ ഏകദേശം 12% ഒരു ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കമ്പയർഡ് നമ്പേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വളർച്ച രേഖപ്പെടുത്തുന്നതിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു ടേക്ക് എന്താണ്? ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ. ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിൽ 1,500 രൂപയിലായിരുന്നു ഒരു മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻ അടുത്തൊരു കറക്ഷനിൽ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 1,080 രൂപ, അതിന് ശേഷം 1,100, 1,120. യെസ് സർ. അതിനോടൊപ്പം തന്നെ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ കൂടി ചോദിക്കുകയാണ്. യെസ് ബാങ്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ക്യാസയിൽ അടക്കം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിട്ട് യെസ് ബാങ്ക് ഓഹരികൾക്കും സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ബാങ്കുകളെല്ലാം എല്ലാ ഓഹരികളും വലിയ തോതിലൊരു പെർഫോമൻസ് ഒന്നും നടത്താതെ ഒരു സെൽ ഓഫിലേക്ക് പോയപ്പോൾ ഏകദേശം 2% മുകളിൽ നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് യെസ് ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തുടക്കത്തിൽ ആ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ബൈയും കടന്നു വരികയും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്നുകൊണ്ട് സൈഡ് ബേസിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. യെസ് ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ളൊരു ലോ റിസ്ക് ആയിട്ടൊരു നിക്ഷേപാവസരം താങ്കൾ കാണുന്നുണ്ടോ? യെസ് ബാങ്കിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് യെസ് ബാങ്കിന്റെ കേസിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മളൊരു ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 20 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 21 രൂപ 50 പൈസയും അതിനുശേഷം 22 രൂപ 75 പൈസയും ആയിരിക്കും. 22.75 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി തെറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ഇന്ത്യ സിമന്റ്സ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ സിമന്റ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിഷ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരിക്കുന്നത്. ഹൈലി കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇൻട്രാഡേയിൽ ഇന്ത്യ സിമന്റ്സ് ഓഹരിയിൽ കണ്ടിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.3% നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ത്യ സിമന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യ സിമന്റ്സിന്റെ കേസിൽ അതിന്റെ ആ ടേക്ക് ഓവർ ജൂലൈ മാസത്തിൽ അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്ലാറ്റ് സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇന്ത്യ സിമന്റ്സിന്റെ കേസിൽ പുതിയൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ജൂലൈ 29 നമുക്ക് നൽകിയ 385 രൂപയുടെ ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ട്രേഡിംഗ് പർപ്പസിന് എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 370 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെബീസ എന്ന പ്രേക്ഷക ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50ക്ക് ഒരു ശക്തമായിട്ടൊരു പിന്തുണ നൽകിയ ഹെവി വെയിറ്റ് കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്നലെ 3% മുകളിൽ നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ ടാറ്റ മോട്ടോഴ്സിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ടാറ്റ മോട്ടോഴ്സ്
കഴിഞ്ഞ 4-5 മാസത്തിനിടെ നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ടാറ്റ മോട്ടോ. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് 820 റുപ്പീസ് 820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് അടുത്ത കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ജ്യോതി ലാബ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% മുകളിൽ ഇടിവിലാണ് ജ്യോതി ലാബ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റഷീദ് എന്നൊരു പ്രേക്ഷകനാണ് ജ്യോതി ലാബ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജ്യോതി ലാബ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജ്യോതി ലാബ് ഇസ് എ മിഡ് ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ജ്യോതി ലാബിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ജ്യോതി ലാബിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൺലി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 370 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. വിഷ്ണു എന്ന പ്രേക്ഷകൻ ITCയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ITC ഹോട്ടൽ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് ഡേറ്റ് കൂടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം നോക്കുമ്പോഴേക്കും ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.5% ഇടിവിലാണ് ITC ഓഹരികൾ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ITCയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ITCയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 465 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സലാം എന്നൊരു പ്രേക്ഷകൻ ITI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 20% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ITI ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പ്ലിറ്റ് ഓഹരിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ITIയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ITIയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് നവംബർ മാസത്തിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം നേട്ടം സ്റ്റോക്സിൽ ഒന്ന് ITI. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4% മുകളിൽ ഒരു നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗുമാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IOB, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇതിലൊക്കെ നമുക്ക് സിമിലർ പാറ്റേൺസ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ നല്ല ചാൻസസും കാണുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ലോങ് പൊസിഷൻസ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 60 മുതൽ 61 രൂപയ്ക്കിടെ. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കണമെങ്കിൽ വെയിറ്റ് ഫോർ ദ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 52 മുതൽ 53 രൂപ ഈ ഒരു റേഞ്ച് ആയിരിക്കണം. ഒപ്പം തന്നെ കിറ്റെക്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കിരൺ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% ഇടിവിലാണ് കിറ്റെക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ട്രേഡിംഗിന്റെ ആദ്യഘട്ടം മുതൽ സെൽ ഓഫ് നേരിട്ടൊരു ഓഹരി കൂടിയാണ് കിറ്റെക്സിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഡിസംബർ ആദ്യ വീക്കിൽ തന്നെ 80 രൂപയിൽ പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ വെള്ളിയാഴ്ചത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 690 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 745 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് 745ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇക്ബാൽ എന്നൊരു പ്രേക്ഷകൻ അംബുജ സിമന്റ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.21% ഇടിവിൽ 548.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അംബുജ സിമന്റ്സിൽ ഇനി മുന്നോട്ടേക്ക് ഒരു ലോങ് ടേം നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
അംബുജ സിമെന്റ്സിന്റെ കേസിൽ മറ്റ് പല അഡാനി സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നു. ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 565 രൂപ. 565ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 585 അതിനുശേഷം 605 രൂപയായിരിക്കും. 605ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 525 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഡാനിയൽ എന്നൊരു പ്രേക്ഷകൻ അവലോൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അവലോണെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 973.15 എന്ന നിലയാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അവലോൺ ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അവലോൺ ടെക്നോളജിയുടെ കേസിൽ ഡിസംബർ 20-ാം തീയതി ആയിരുന്നു നമുക്ക് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ നൽകിയത് 1073 രൂപയിൽ. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 925 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി ബാങ്കിനെയും നിഫ്റ്റിനെയും ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിട്ടുള്ള ഹെവി വെയിറ്റ് ആയിരുന്നു HDFC. ഏകദേശം 2.5% മുകളിൽ ഇടിവിലാണ് HDFC ബാങ്ക് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? HDFC ബാങ്ക് നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1740 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 1825 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു പോസിബിലിറ്റി വളരെ വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ എക്സൈഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സൈഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? എക്സൈഡ് ഇൻഡസ്ട്രിയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 410 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 445 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 480 രൂപ. 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഒപ്പം ഡിക്സൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജീസ് കഴിഞ്ഞ ദിവസം 0.3% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിക്സൺ ടെക്നോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിക്സന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 18,700 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 17,200 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.25% മുകളിൽ ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഗോദ്രേജ് അഗ്രോവെറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ എന്നൊരു പ്രേക്ഷകനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗോദ്രേജ് അഗ്രോവെറ്റിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗോദ്രേജ് അഗ്രോവെറ്റ് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 770 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 805 860 ആയിരിക്കും. ഒരു പ്രേക്ഷകൻ CDSLുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു പ്രകടനമായിരുന്നു CDSL കാഴ്ചവെച്ചിരിക്കുന്നത്. രാജേഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. CDSL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSL നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക്. 920 രൂപയിൽ നിന്നും ഈ സ്റ്റോക്ക് കഴിഞ്ഞ മാസത്തെ ട്രേഡിൽ 2000 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനുശേഷം വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1760 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
ഇതിൽ തിരിച്ചൊരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 1850 1920 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യും. യെസ്, അതിനോടൊപ്പം തന്നെ സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെസഗോൺ ഡോക്കിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മെസഗോൺ ഡോക്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2190 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 2400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരു പ്രേക്ഷകൻ ക്യൂപ്പിഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂപ്പിഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Cupid is a small cap stock and നമുക്ക് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസും ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 92 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി.